അങ്ങനെ റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇന്ന് മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ജോലിയെക്കുറിച്ച് തന്നെ ആദ്യം പറയാം. തമിഴ്നാടുള്ള എല്ലാ ലീഡിംഗ് ടെക്സ്റ്റൈൽ ഷോപ്പുകളിലും റെഡിമെയ്ഡ് ഡ്രസ്സിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ് എൻ്റെ ജോലി. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. എൻ്റെ ബോസായ സന്തോഷേട്ടനും കൂടെ ഉണ്ട്. ഞാൻ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി സന്തോഷേട്ടൻ്റെ വണ്ടിയാണ്. വണ്ടിയിൽ എപ്പോഴും 1-2 സ്യൂട്ട് കേസിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ സാമ്പിൾസ് ഉണ്ടാവും. ആ സാമ്പിൾസ് ഓരോ ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ കാണിച്ച് ഓർഡർ എടുക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോകാറുമുണ്ട്, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാറുണ്ട്. ഇന്ന് നമ്മൾ മധുരയിൽ നിന്ന് പോകുന്നത് തേനി കമ്പം റൂട്ടിലേക്കാണ്. ഈ കാണുന്നതൊക്കെ തേനി റൂട്ടിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. നമ്മളിപ്പോൾ എത്തിയേക്കുന്നത് ആണ്ടിപ്പട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഞങ്ങൾക്ക് ആദ്യം കയറേണ്ട ടെക്സ്റ്റൈൽ ഷോപ്പ് ഇവിടെ വലിയൊരു പച്ചക്കറി മാർക്കറ്റിനകത്താണ്. ഇവിടെ 2 വശത്തും ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുള്ള പച്ചക്കറികൾ കൂട്ടിയിട്ടേക്കുന്നത് കാണാം. ഈ കാണുന്നതാണ് ഞങ്ങൾക്ക് കയറേണ്ട കട. ഈ കടയിൽ നിന്ന് സാമ്പിളൊന്നും കാണിക്കേണ്ടതില്ല. ഈ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാനാണ് ഞങ്ങൾ ഈ കടയിലേക്ക് വന്നത്. ഈ റൂട്ടിൽ ഞങ്ങൾ വന്നു പോയിട്ട് അധികം നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ കടയിലും ഇൻവിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്രാവശ്യം വന്നത്. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു ഗാർമെന്റ്സ് ഫെയർ ചെന്നൈയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനി അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. അങ്ങനെ ഒരുപാട് കടകളിൽ കയറി ഇൻവിറ്റേഷൻ ലെറ്ററും കൊടുത്തു, ഓർഡറും എടുത്തു. തിരിച്ചു വരുന്ന വഴി നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പോൾ കുറച്ച് നേരം അവിടെ നിർത്തിയിട്ടു. അങ്ങനെ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു. നാളെ ഞങ്ങൾക്ക് നാഗർകോവിൽ റൂട്ടിലേക്കാണ് പോകേണ്ടത്. മധുരയിൽ നിന്ന് ഏകദേശം 4.5 മണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ 5 മണിക്ക് തന്നെ യാത്ര പുറപ്പെടണം. ഇനി ആകെ 5 ദിവസമേ ചെന്നൈ ഗാർമെന്റ്സ് ഫെയറിനുള്ളൂ. അതിനുള്ളിൽ എല്ലാ കസ്റ്റമേഴ്സിനും ഇൻവിറ്റേഷൻ കൊടുത്ത് തീർക്കണം. ചെന്നൈ ഗാർമെന്റ്സ് ഫെയറിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളും.